ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നു. ഒരു വശത്ത് ഇന്ത്യ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് ധാരാളം ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. കാരണം ചെക്ക് റിപ്പബ്ലിക് ഇതിനകം തന്നെ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ പീരങ്കി ഷെല്ലിലും മോട്ടോറിലുമുള്ള വെടിമരുന്ന് നാറ്റോ നിലവാരത്തിലുള്ളതായതുകൊണ്ട് വർഷങ്ങളായി ഈ രാജ്യം ആയുധങ്ങൾ വില കുറവാണ്, ഗുണനിലവാരമാണെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. പക്ഷെ ഇതേ രാജ്യം ഉക്രൈന് മറ്റൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം ഇന്ത്യയിലുള്ള ആയുധങ്ങൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തും എന്നാണ്. അതെന്താ അങ്ങനെ? അപ്പോൾ റഷ്യയ്ക്ക് എതിരെയുള്ള ഒരു രാജ്യത്തിലേക്ക് ഇന്ത്യൻ ആയുധങ്ങൾ പോവുകയാണോ? അതെങ്ങനെയാണ്? കൂടാതെ ഹൈപ്പർസോണിക് ഗ്ലൈഡഡ് വെഹിക്കിൾസ്, ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ഇവയെക്കുറിച്ച് ഇന്ത്യയുടെ DRDO മേധാവി ഒരു പ്രസ്താവന നൽകി. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ഒരു യുദ്ധമുണ്ടായാൽ ഏത് കക്ഷി ജയിക്കും എന്നുള്ളതിനെ കുറിച്ച് മീംസ് ചാനലിൽ പല മീംസ് വരാറുണ്ട്. അതിൽ പലരും പറയുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് ഏത് ഭാഗത്താണോ ദൈവകൃപയുള്ളത് അവരായിരിക്കും ജയിക്കുക എന്ന്. അതായത് ഐ സ്റ്റാൻഡ് വിത്ത് ഗോഡ് എന്നായിരിക്കും അതിനെ ഒരു സിമ്പിളായി അവസാനിപ്പിക്കുക. ദൈവം ഏത് ഭാഗത്താണ് ഉള്ളത് ആ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കുമെന്ന്. എന്നാൽ യഥാർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഐ സ്റ്റാൻഡ് വിത്ത് MIC, മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. ഏത് വശത്താണോ നല്ല MIC ഉള്ളത് ആ ഒരു പക്ഷമായിരിക്കും യുദ്ധത്തിൽ വിജയിക്കുക. ലോകത്തിൽ എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് സംഭവിക്കുക. ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ള സംസാരമൊന്നും അവിടെ വില പോവുകയില്ല. ആരുടെ ഭാഗത്താണോ പ്രധാന ആയുധങ്ങളും നിർമ്മാണ ശേഷിയും ഉള്ളത് അതാണ് പ്രധാനപ്പെട്ട കാര്യമായി മാറുക. ഇതിന് ഒരു നല്ല ഉദാഹരണം ഇസ്രായേലാണ്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള വാർത്ത പല സമയങ്ങളിലായി നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഇസ്രായേലിന്റെ MIC, മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, റഫേൽ ഇൻഡസ്ട്രീസ്, എൽവിഡ് സിസ്റ്റം, IAI, ഇസ്രായേൽ എയർസ്പേസ് ഇൻഡസ്ട്രീസ്, ഈ 3 കമ്പനിയും 2023 ഫസ്റ്റ് ക്വാർട്ടർ സെക്കൻഡ് ക്വാർട്ടറേക്കാൾ ഇപ്പോൾ അവരുടെ വരുമാനം എന്നത് 18% നിന്നും 35% വർദ്ധിച്ചിട്ടുണ്ട്. ഒരു യുദ്ധത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഇത്രയധികം പണം സമ്പാദിക്കാൻ കഴിയുക? അതിന് ഒരേയൊരു കാരണം MIC ആണ്. ഇന്ത്യയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഫീൽഡ് ടെസ്റ്റ് ചെയ്ത് അത് ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ തീർച്ചയായും അവരുടെ കമ്പനിയുടെ സ്റ്റോക്സ് ഉയരും. ഇതാണ് സംഭവിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഇതാണ് MIC. ഈ MICക്ക് നീതി ന്യായം അതൊന്നുമില്ല. എവിടെയാണോ പണമുള്ളത് ആ ഭാഗത്ത് നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മോശമായത് മനുഷ്യരാണ്. ആ മനുഷ്യരിൽ നിന്നും മറ്റൊരു മനുഷ്യനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കണം. അതിനാൽ MICയിൽ തീർച്ചയായും ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യണം. MIC എന്നത് ഇരുവശവും മൂർച്ചയുള്ള ഒരു കത്തിയാണ്. അതിന് ഒരു ഉദാഹരണമാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വെപ്പൺ സപ്പോർട്ട്. ഇന്ത്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വെടിമരുന്ന് കമ്പനി ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യയുമായി 50 വർഷത്തിലേറെ സൗഹൃദത്തിലായിരിക്കുന്ന ഒരു രാജ്യത്തിന് എതിരെ ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നു. ഇതുപോലെ ഇന്ത്യക്കെതിരെ റഷ്യൻ ആയുധങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യയെ കൊണ്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതേസമയം ഇപ്പോൾ ഇന്ത്യയെ കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് MICയിലുള്ള നെഗറ്റീവ് പോയിന്റ്. ഇരുവശവും മൂർച്ച ഒരു കത്തി എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. മറ്റൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇറാൻ ഇപ്പോൾ ഒരു ടാങ്ക് പുറത്തുവിട്ടു. ആ ടാങ്ക് പാറ്റൻ ടാങ്ക്, അമേരിക്കൻ നിർമ്മിത ടാങ്കാണ്. അമേരിക്കൻ ടാങ്ക് ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് എതിരെയാണ് അവർ യുദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ MICയുടെ ഒരു നെഗറ്റീവും ഇത് തന്നെയാണ്. എന്നാൽ എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും അത് ശരിയായി ഉപയോഗിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയും നമ്മുടെ പരമാധികാരവും നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അതിനെ നോക്കിയാണ് നമ്മൾ പോകേണ്ടതും. അല്ലാതെ MIC കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, MIC നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുകയാണെങ്കിൽ അവസാനം പ്രശ്നം വരാൻ പോകുന്നതും നമുക്ക് തന്നെയായിരിക്കും. ഇപ്പൊ ഈ ചെക്ക് റിപ്പബ്ലിക് എന്ന രാജ്യം ഇന്ത്യയുമായി ഒരു കരാർ ഉണ്ടാക്കുന്നു, അതുവഴി ആയുധങ്ങൾ വാങ്ങുന്നു. അങ്ങനെ കരാർ പ്രകാരം ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പിന്നീട് അവർ തുറന്നു തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇത് ഉപയോഗിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ഇത് ഉക്രൈന് വിൽക്കാൻ പോകുന്നു എന്ന്. അപ്പോ നമ്മുടെ പക്കൽ നിന്ന് വാങ്ങുന്ന ആയുധങ്ങൾ അവർക്ക് ആർക്ക് വേണമെങ്കിലും നൽകാം. ചില പ്രത്യേക കരാറുകളുണ്ട്. യുദ്ധവിമാനങ്ങൾ, റഡാർ സാങ്കേതിക വിദ്യ, മിസൈൽസ് എന്നിവയിലൊക്കെ ചില കരാറുണ്ട്. ആ കരാർ പ്രകാരം നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് ആയുധങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആ ആയുധത്തെ മറ്റ് രാജ്യത്തിലേക്ക് വിൽക്കാൻ പാടില്ല എന്ന് കരാറിലുണ്ടായിരിക്കും. ഉദാഹരണത്തിന് പാകിസ്ഥാനിലെ F-16 യുദ്ധവിമാനം. ഈ F-16 യുദ്ധവിമാനത്തെ തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അഫ്ഗാനിസ്ഥാനിൽ മാത്രമേ ഈ വിമാനത്തെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് അമേരിക്ക ഒരു എഗ്രിമെന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ എത്ര ആയുധങ്ങൾ ഉപയോഗിച്ചു, എങ്ങനെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതിനൊക്കെ അവർ അമേരിക്കയ്ക്ക് ഒരു കണക്ക് കൊടുക്കണം. അടിസ്ഥാനപരമായി ഗവൺമെന്റിൽ പോലീസ് ഉപയോഗിക്കുന്ന ഒരു തോക്ക് പോലെ ഓരോ ബുള്ളറ്റിനും അവർ കണക്ക് പറയണം. എന്നാൽ അതേസമയം നമ്മുടെ സുഖോയ് യുദ്ധവിമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആരോട് വേണമെങ്കിലും യുദ്ധം ചെയ്യാം, എത്ര മിസൈലുകൾ വേണമെങ്കിലും തൊടുത്തുവിടാം.
ആർക്കും കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് തീർന്നു പോവുകയാണെങ്കിൽ ഓർഡർ കൊടുക്കാം, മിസൈൽസ് വരും. അപ്പോൾ ചില കരാറുകൾ ഓരോ ആയുധങ്ങൾക്ക് നൽകും. ആ കരാർ അനുസരിച്ച് ഈ ആയുധങ്ങൾ ആർക്ക് പോകണം, ആർക്ക് പോകാൻ പാടില്ല എന്ന് മാനുഫാക്ചർ ചെയ്യുന്നവർ തന്നെ തീരുമാനിക്കും. അതിന് കാരണം ഇത് നിർമ്മിക്കുന്നവർക്ക് എതിരെ തന്നെ ഈ ആയുധം വരാൻ പാടില്ല എന്നതിന് വേണ്ടി മാത്രമാണ്. ഇത് ഒരു സാധാരണ കാര്യം തന്നെയാണ്. എന്നാൽ ഇവയെല്ലാം നമ്മൾ കൊടുക്കുന്ന പീരങ്കി ഷെല്ലുകൾക്കും മോട്ടോറുകൾക്കും നൽകാൻ കഴിയില്ല. കാരണം അവയെല്ലാം വളരെ ലളിതമായ ആയുധങ്ങളാണ്. ഇവയെല്ലാം ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധ കാലം അപ്പോഴെയുള്ള ആയുധങ്ങളാണ്. അതിനാൽ ഈ ആയുധങ്ങളുടെ പ്രാചീനത, ഇവ നിർമ്മിക്കുന്നതിന് അധികം സാങ്കേതിക വിദ്യയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ചെക്ക് റിപ്പബ്ലിക് ആയുധങ്ങൾ തുടർന്ന് വാങ്ങാൻ ഒരേ ഒരു കാരണം ഇന്ത്യയിൽ വളരെ ചീപ്പായ ലേബർ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അവർ വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ രാജ്യത്തിൽ വെച്ച് തന്നെ നിർമ്മിക്കാൻ സാധിക്കും. അതൊരു വലിയ കാര്യമേ അല്ല. പക്ഷേ അവരുടെ നാട്ടിൽ വെച്ച് മാനുഫാക്ചർ ചെയ്താൽ ലേബർ ചാർജ് അവിടെ കൂടും. അപ്പോൾ ഇന്ത്യ ഒരു എഗ്രിമെന്റ് ചെയ്യുന്നു, ഞങ്ങളുടെ മോട്ടോഴ്സും ആർട്ടിലറി ഷെൽസും നിങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ, മറ്റാർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആയുധം വിൽക്കാനും സാധിക്കില്ല, പണം സമ്പാദിക്കാനും സാധിക്കില്ല. അതിനാൽ ഇതെല്ലാം ലൂപ്പ് ഹോൾസ് ആണ്. റഷ്യ എങ്ങനെയാണോ സാക്ഷൻസിലുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെയാണ് ഇതേ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചാണ് പാശ്ചാത്യ നാടുകൾ റഷ്യക്കെതിരെ റഷ്യയുടെ സുഹൃത്തുക്കളിൽ നിന്നുകൊണ്ട് തന്നെ ആയുധങ്ങൾ വാങ്ങുന്നു. ഇതിൽ മറ്റൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഈ ചെക്ക് റിപ്പബ്ലിക് അവർ ഈ ആയുധത്തിന് നൽകുന്ന പണം എവിടെ നിന്ന് വരുന്നുവെന്നറിയണ്ടേ? അത് റഷ്യൻ ആസ്തികളിൽ നിന്നാണ് വരുന്നത്. റഷ്യയുടെ ആസ്തികൾ ചെക്ക് റിപ്പബ്ലിക്കിലുണ്ട്, അത് ചെക്ക് ബാങ്കുകളിലാണ്. ആ ആസ്തികളിലെ പണത്തിലൂടെയാണ് അവർ റഷ്യക്കെതിരെ ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ തന്നെ വാങ്ങുന്നത്. ഇത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് ലോകം തന്നെ മുന്നോട്ട് പോകുന്നത്. അടുത്ത നമുക്ക് ഹൈപ്പർസോണിക് ലൈറ്റ് വെഹിക്കിൾസിലേക്ക് വരാം. ഹൈപ്പർസോണിക് രണ്ട് തരമുണ്ട്. ഒന്നാമത്തേത് ഹൈപ്പർസോണിക് ലൈറ്റ് വെഹിക്കിൾസ്, മറ്റൊന്ന് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽസ്. ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. കാരണം അതിൽ എഞ്ചിൻ നിർമ്മിക്കണം. ആ എഞ്ചിൻ മിസൈൽസിനോ പ്രൊജക്ടൈൽസിനോ തുടർച്ചയായി പവർ നൽകിക്കൊണ്ടിരിക്കണം. എന്നാൽ ഹൈപ്പർസോണിക് ലൈറ്റ് വെഹിക്കിൾസ് അങ്ങനെയല്ല. ഹൈപ്പർസോണിക് ലൈറ്റ് വെഹിക്കിൾ ആശയം വളരെ ലളിതമാണ്. ഗ്ലൈഡ് വെഹിക്കിൾ നിങ്ങൾ അധിക ഉയരത്തിലേക്ക് എടുത്തുകൊണ്ടുപോകാം. അവിടെ നിന്നും അതിനെ റിലീസ് ചെയ്ത് ഏത് പവറും ഇല്ലാതെ അത് ഗ്ലൈഡ് ചെയ്ത് കൊണ്ടുവരും. അതിനാൽ ഗ്ലൈഡ് വെഹിക്കിൾ നിർമ്മിക്കുന്നത് തന്നെ ലളിതമാണ്. പക്ഷെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ സ്ക്രാം ജെറ്റ് എന്ന ഒരു എഞ്ചിനുണ്ട്. ആ എഞ്ചിൻ നമ്മൾ കാര്യക്ഷമമായി നിർമ്മിക്കേണ്ടതുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ DRDO ചീഫ് പറഞ്ഞൊരു കാര്യം, ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് ഒരു 2-4 വർഷത്തിനുള്ളിൽ സജ്ജമാകും. എന്നിട്ട് ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിന് ഇൻഡക്ഷൻ നൽകുമെന്നും പറഞ്ഞു. ഇതേ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കിം ജോങ് ഉൻ പുറത്തിറക്കി. അവരുടെ രാജ്യത്ത് ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനം ഒരു ട്രാക്കിൽ ഘടിപ്പിച്ച ഒരു ഇമേജ് റിലീസാക്കിയിരുന്നു. അത് സത്യത്തിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണോ എന്ന് പോലും പലർക്കും സംശയമുണ്ടായി. കാരണം അതിന്റെ ഫാബ്രിക്കേഷൻ ടെക്നിക്കാണ്. ആ ലെഡിന്റെ ഫാബ്രിക്കേഷൻ ടെക്നിക് വളരെ മോശമായിരുന്നു. നിങ്ങൾ പുറമെ നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും. ആ ലെഡ് മുഴുവനായും പൂർണ്ണമായും അടച്ചിട്ടേ ഇല്ല, ഒരു വിടവുണ്ടാകും. ലെഡ് പോലും പൂർണ്ണമായി നിർമ്മിക്കാൻ അറിയാത്തവർ എങ്ങനെയാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ നിർമ്മിച്ചിട്ടുണ്ടാവുക എന്നുള്ളതായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു സംശയം. അവർക്ക് ശരിക്കും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഉണ്ടെങ്കിൽ അതിന് ഒരേ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ, ചൈനയും റഷ്യയും. ഈ രണ്ടുപേരും അവരുടെ സാങ്കേതിക വിദ്യ നൽകിയിട്ടുണ്ടാകണം. അവർ സ്വയമേ നിർമ്മിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയുള്ള സാങ്കേതിക വിദ്യയൊന്നും അവരുടെ പക്കലുമില്ല. ലിഡ് പോലും ശരിയായി നിർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ അവരെ കൊണ്ട് എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കും? മറുവശത്ത് ഇറാൻ ലോകമെമ്പാടും സമാനമായ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടുവരികയാണ്. റഷ്യയും ചൈനയുമാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് സാങ്കേതിക വിദ്യയുടെ ആ ഒരു ഓട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഈ രണ്ട് കൺട്രീസും അമേരിക്കയുടെ ശത്രുക്കൾക്ക് ആ ടെക്നോളജിയിൽ നിന്നും ചില ഭാഗങ്ങൾ നൽകുന്നുണ്ട്. അവരും ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ നിർമ്മിച്ച് പുറത്തേക്ക് തള്ളുന്നുണ്ട്. ഈ സമയത്ത് ഇന്ത്യ നമ്മൾ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ഇത് പാകിസ്ഥാനിലും എത്തും. കാരണം സ്റ്റെൽത്ത് വിമാനങ്ങളെല്ലാം അവർക്ക് എത്തുമെന്നുള്ള വാർത്ത അടുത്തിടെ ലഭിച്ചിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവയും വരും. അതിനു മുൻപ് ഈ സാങ്കേതിക വിദ്യ നമ്മൾ നിർമ്മിക്കണം. കാരണം അവർക്ക് ലഭിക്കുന്ന സാങ്കേതിക വിദ്യ ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ നൽകുന്നതായിരിക്കും. റഷ്യ ഒരു പക്ഷെ നൽകില്ല, എന്നാൽ ചൈന നൽകും. എന്നാൽ ചൈന പൂർണ്ണമായും അവരുടെ സാങ്കേതിക വിദ്യ നൽകുമെന്ന് ചിന്തിക്കാൻ കഴിയില്ല. ഒരിക്കലും അങ്ങനെ നൽകില്ല, പൂർണ്ണമായും നൽകില്ല, ആരും നൽകില്ല. ഒരു ജീവൻ കളഞ്ഞ് 15-20 വർഷം ഹൈപ്പർസോണിക് ഗ്ലൈഡ് ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ടെക്നോളജി കണ്ടുപിടിച്ച് അത് എത്രയും പെട്ടെന്ന് അങ്ങനെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കില്ല. അതിലൊരു ചെറിയ ഭാഗം മാത്രം കൊടുക്കും. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കാര്യക്ഷമമായ ഒരു പ്രോട്ടോടൈപ്പ് ആയിരിക്കും കൊടുക്കുക. അവരുടെ കൈവശം ഉള്ളതിൽ വെച്ച് വളരെ തരം കുറഞ്ഞ ഒരു പ്രോട്ടോടൈപ്പ് അവർക്ക് നൽകും. ഇനി റഷ്യ ആണെങ്കിൽ പോലും ഇന്ത്യ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും നൽകില്ല. അപ്പോൾ ആ ലഭിക്കുന്ന ചെറിയൊരു ഭാഗം ടെക്നോളജി മാത്രം ഉപയോഗിച്ച് അവർ നിർമ്മിക്കുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്നത് ഒരിക്കലും നമ്മുടേതുമായി താരതമ്യം ചെയ്യാനേ കഴിയില്ല. നമ്മൾ തുടക്കം മുതലേ റിസർച്ച് ചെയ്ത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അല്ലെങ്കിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ നമ്മുടെ സ്വന്തം ടെക്നോളജിയിൽ നിർമ്മിക്കുമ്പോൾ നമ്മുടേത് വളരെ വ്യത്യസ്തമായിരിക്കും.
അതുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടേത് 100% ഉറപ്പിച്ച് പറയാം നമുക്ക് മികച്ചൊരു സാങ്കേതിക വിദ്യ ഉണ്ടെന്ന്. അത് നോക്കിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 3-4 വർഷം എടുത്താലും പ്രശ്നമേ ഇല്ല. വളരെ കൃത്യമായ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ പോലെ. ബ്രഹ്മോസ് മിസൈൽ എത്രത്തോളമാണ് ടെസ്റ്റ് ചെയ്ത് എല്ലാ സിസ്റ്റംസും ഇൻ്റഗ്രേറ്റ് ചെയ്തത്, അതുപോലെ ഇതും നമ്മൾ ചെയ്യണം. DRDOയുടെ മേധാവി ഇത് തന്നെയാണ് പറഞ്ഞത്. ഇനി ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിലേക്ക് വരാം. നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഇതിലുണ്ടായിരിക്കണം. ആ എഞ്ചിൻ നിർമ്മിക്കണം. കൂടാതെ ഈ ക്രൂയിസ് മിസൈൽ കോൺസെപ്റ്റ് തന്നെ മറ്റൊരു കോൺസെപ്റ്റാണ്. ഗ്ലൈഡ് വെഹിക്കിൾ പോലെ അത്ര ഈസി ഒന്നുമല്ല. അതുകൊണ്ട് ഒരു 10 മുതൽ 12 വർഷം എടുക്കും എന്ന് പറഞ്ഞു. ഈ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മിക്കാൻ തന്നെ ഇത്ര വർഷം എടുക്കും. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ്. അത് എങ്ങനെ ആയിരിക്കുമെന്ന് പോലും ആർക്കും അറിയില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഏതൊരു കൺട്രിയും അത് വിശ്വസിക്കുന്നുമില്ല. ആ ഒരു സാങ്കേതിക വിദ്യ പുതിയ സാങ്കേതിക വിദ്യയാണെന്ന് പറയുന്നതല്ലാതെ ആ സാങ്കേതിക വിദ്യയെ പൂർണ്ണമായും വിശ്വസിച്ച് അത്ര നമ്പേഴ്സിൽ മിസൈൽസ് പോലും നിർമ്മിക്കുന്നില്ല. കൂടാതെ നമ്മുടെ PLR റോക്കറ്റ് ഫോഴ്സ് എടുത്ത് നോക്കിയാൽ ഹൈപ്പർസോണിക് മിസൈൽസ് അവരുടെ പക്കൽ കുറവാണ്. അതേസമയം മറ്റ് മിസൈലുകൾ അവരുടെ പക്കൽ കൂടുതലുണ്ട്. ക്രൂയിസ് മിസൈൽസ് അല്ലെങ്കിൽ ഹൈ സ്പീഡ് മിസൈലുകൾ ഇവയെല്ലാം അവരുടെ പക്കൽ കൂടുതലുണ്ട്. എന്നാൽ ഹൈപ്പർസോണിക് വളരെ കുറവായി തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിനുള്ള കാരണം അതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് പോലും ആർക്കും അറിയില്ല. അതിനാൽ ഈ ഒരു ടൈം ഫ്രെയിം എന്നത് നല്ലൊരു സമയപരിധിയാണ്. പക്ഷേ ഇതിലും കാലതാമസം ഉണ്ടായാൽ മാത്രമേ പ്രശ്നമായി വരികയുള്ളൂ. അതിനാൽ DRDO ഇപ്പോൾ ചിന്തിച്ച് ചെയ്യുന്നു എന്നുള്ളത് പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എപ്പോഴും അവർക്കൊരു കാലതാമസം ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും. ഉദാഹരണത്തിന് പാകിസ്ഥാൻ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർമ്മിച്ച് ട്രെയിനിങ് ആരംഭിച്ചതിന് ശേഷമാണ് നമ്മൾ AMCയിൽ വളരെ തീവ്രമായി ഇറങ്ങിയത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഈ MIC കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എങ്ങനെ നിയന്ത്രിക്കണം? ആ ഇൻഡസ്ട്രി ഒരു പ്രൈവറ്റ് ആയാൽ മാത്രമേ ആവശ്യമായ ഉപകരണങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് സർക്കാരിന്റെ കീഴിലായാൽ നവീകരണം ഒരിക്കലും നടക്കില്ല. നല്ല എഞ്ചിനീയർമാരും നല്ല ഉൽപ്പന്നങ്ങളും തീർച്ചയായും ഉണ്ടാകും. പക്ഷേ നമുക്കൊരു സ്വകാര്യ വ്യവസായവുമായി മത്സരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ MIC സൃഷ്ടിക്കുമ്പോൾ അതിൽ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നൽകണം? നമ്മുടെ MIC നമ്മുടെ കഴുത്ത് തന്നെ അറുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടാതെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ, ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.